മൂന്നാർ ബോഡിമേട് റൂട്ടാണ് ഈ കാണുന്നത്. അങ്ങോട്ട് അകലേക്ക് നോക്കിയാൽ ഒരു ടൂറിസ്റ്റ് ബസ് വെള്ള വരുന്നത് നമുക്ക് കാണാം. കണ്ടോ? ഈ റോഡ് കണ്ടു കഴിഞ്ഞാൽ 8 എന്ന് എഴുതിയ പോലെയാണ്, 8 എന്ന് എഴുതിയ പോലെ. അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നമ്മൾ എടുക്കാൻ പോകണമെങ്കിലേ സ്കൂട്ടർ ബൈക്കിനൊക്കെ 8 എന്ന് എഴുതി കാണിക്കണം. അപ്പോൾ ഈ റോട്ടിൽ കൂടെ വരണമെങ്കിൽ അത് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇത് ബസ് തന്നെ ഓടുന്നത് 8 എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ അടിപൊളി വ്യൂ ആണ്. തേയിലത്തോട്ടങ്ങൾ, അതിനെ തണുത്ത് കാറ്റടിക്കുമ്പോഴേ വിറച്ചു തുടങ്ങും. അപ്പം നമ്മളുടെ ടൂറിസ്റ്റ് ബസ് ഇവിടെ എത്തി. അപ്പോൾ ഈ വഴി ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് ബോഡിമേട് ടു മൂന്നാർ വഴിയാണ് ഈ കാണുന്നത്. കണ്ടോ? അപ്പോൾ ഇതിലൊക്കെ ഒന്ന് സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് മൂന്നാറിൻ്റെ ശരിക്കുള്ള വ്യൂ പോയിന്റുകൾ, വ്യൂ സ്ഥലങ്ങൾ കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാനും സബിതയും മോണാർക്കും കൂടിയിട്ട്, സബിതയുടെ ചേച്ചിയും ഉണ്ട്, എസ്റ്റലും കൂടിയുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇന്ന് ഡിസംബർ 29, 2024 ഇവിടുത്തെ തണുപ്പ് ഏറ്റിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. കണ്ടോ? 2 വശത്തും തേയിലക്കാടുകൾ, ഓറഞ്ച് തോട്ടങ്ങൾ. കണ്ടില്ലേ? ഇതൊക്കെ ഒരു 15 വർഷം മുമ്പ് ഞാൻ വരുമ്പോഴൊക്കെ ഒറ്റ സിംഗിൾ ലൈനാണ്, ഒരു വണ്ടിക്ക് മാത്രം. ഒരു ബസ്സോ അല്ലെങ്കിൽ ഒരു കാറോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തി ബാക്ക് അടിച്ച് ഒരു സൈഡിലൂടെ വേണം. ഇന്ന് ഈ വഴിയൊക്കെ 2-3 വണ്ടിക്ക് ഒരുമിച്ച് പോവാവുന്ന രീതിയിലാക്കി. ഇവിടെ 2-3 ഡാമുകളുണ്ട്. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് സഞ്ചരിക്കാം. കണ്ടില്ലേ? മലമടക്കുകളും മലനിരകളും തേയിലത്തോട്ടങ്ങളും ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ മനസ്സിന് ഒരു ആനന്ദം. വീട്ടുകാർ ഒരുമിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഈ യാത്രയ്ക്ക് സുഖം ഒന്ന് വേറെയാണ്. ഇവിടെ ഒരു അടിപൊളി സൈറ്റാണ്. ഇപ്പം ഞങ്ങളിവിടെ വണ്ടി നിർത്തി. അപ്പോൾ എസ്റ്റലിനൊന്ന് ചാടണം, കളിക്കണം, വേണ്ടല്ലേ? അപ്പോൾ തണുപ്പിന് വച്ചിരിക്കുന്ന ഇതൊക്കെ എടുത്തിട്ട് ഊരിയിട്ട് വീക്കണം ആള്. കണ്ടില്ലേ? തേയിലത്തോട്ടങ്ങൾ, എന്താ ഭംഗി! അപ്പോൾ അവൾക്കൊരു PP വിസിലൊക്കെ മേടിച്ചു കൊടുത്ത് നടക്ക് പോവാ. അങ്ങനെ ഞങ്ങൾ നടന്നു പോകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇവിടുന്ന് പോവാണ്. അപ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരാൾ ഉണ്ട്, അയാൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ എല്ലാവരും വിളിച്ചിട്ട് ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ അവർ അവിടെ നിന്നിട്ട് ഷൂട്ട് ചെയ്തോളും. നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ഓടിച്ചു നടക്കാം. കണ്ടില്ലേ? റോഡിന്റെ ഭംഗിയും സ്ഥലങ്ങളും. ഇടയ്ക്ക് ഈ ചിപ്സ് വറക്കുന്ന കടകളൊക്കെ ഉണ്ട്. ചിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തട്ട് കടകൾ പോലെ ഉന്തുവണ്ടിയിൽ പൊട്ടാറ്റോ വറുത്തത്, അതുപോലെ തന്നെ കോണ്, ചോളം.
അപ്പോൾ അവിടെ ചോളം വറുക്കുന്നത് കണ്ടിട്ടാണ് വണ്ടി നിർത്തിയത്. ചോളം വറുക്കല ചുടന്തും പുഴുങ്ങന്തൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഇഷ്ടം പോലെ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സൈറ്റുകളാണ്. എസ്റ്റലിന് ഓരോന്ന് ചാടിച്ചു കൊണ്ടുപോകണം. താഴേക്ക് വീണിട്ടുണ്ടെങ്കിലേ പറയേണ്ട ആവശ്യമില്ല. കണ്ടോ, കൊച്ചുകുട്ടികളല്ലേ, അപ്പോൾ അവരുടെ ഓരോ ആഗ്രഹങ്ങളാണ് അതിലെ ചാടണം. അപ്പോൾ ചോളം പുഴുങ്ങിയത് തണുപ്പുള്ളതുകൊണ്ട് ഇത് പറഞ്ഞാൽ ചൂട്ടോടുകൂടി കഴിക്കുന്ന എസ്റ്റലിനൊരു മോഹം. അപ്പോൾ അവളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും അമ്മൂമ്മ കൂട്ടിനാണ്. അപ്പോൾ ഒരു ചോളാണ് കഴിക്കുള്ളൂ, അതിന് പകരം 2 എണ്ണമാണ് കഴിക്കുന്നത്. 2 എണ്ണം. വാങ്ങിച്ചോ, എന്നെ നോക്കണ്ട, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. അപ്പോൾ ഓരോ മസാലകളൊക്കെ ആകുമ്പോൾ തേച്ച് കുറച്ച് മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ തേച്ചിട്ട് ഇങ്ങോട്ട് തരും. അപ്പോൾ ഒരു ചോളത്തിന് 50 രൂപ, 2 എണ്ണം 100 രൂപ. എന്തായാലും ഇത് പുഴുങ്ങിയൊക്കെ തരണ്ടല്ലേ, പിന്നെ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഇതും കഴിച്ചിട്ടാണ് ഇനി യാത്ര. അപ്പം എല്ലാവരും തണുപ്പുള്ള കാരണം വേഗം വണ്ടിയിൽ കയറിയിരുന്നു. അപ്പം ഞങ്ങളുടെ വണ്ടി പോവാണ്. ഈ പോണ ചോപ്പ താറാണ് ഞങ്ങളുടെ, കണ്ടില്ലേ. അപ്പോൾ ഈ മല മടക്കുകളും കയറ്റങ്ങളും താണ്ടിയിട്ട് ഞങ്ങളുടെ താറ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അടുത്ത വ്യൂ പോയിന്റ് എത്തുമ്പോൾ അവിടെ നിർത്തിയിടണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ബോഡി മേടിലേക്കുള്ള വഴി ആണിത്. ഈ കാണുന്നതാണ്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമാണ്. കണ്ടില്ലേ, കാറുകളും മറ്റുള്ള വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാൻ നല്ല രസം.